സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഏറെ ഗൗരവമുള്ള ഒരു വിഷയം, പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം കൂടിയാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത്. അത് പാമ്പുകടിയെക്കുറിച്ചാണ്. മഴക്കാലമാണ്, പാമ്പുകടി ധാരാളമായി വർദ്ധിച്ചു വരുന്നു. പാമ്പുകടി കൊണ്ടുള്ള മരണങ്ങളും ഏറുന്നു. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഒട്ടേറെ പാമ്പുകടിയും മരണങ്ങളും ഏറുന്ന സാഹചര്യത്തിൽ ഏതാനും ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പ്രേക്ഷകരിലേക്ക് വീഡിയോ രൂപത്തിൽ TCV സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഒരുപാട് ആളുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുണ്ടോ, ആ വാർത്തയുടെ കൂടുതൽ ലിങ്കുണ്ടോ എന്നെല്ലാം ചോദിച്ച് TCVയുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവമുള്ള വിഷയം TCV ചർച്ചയ്ക്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരിങ്ങാലക്കുട മാപ്രാണത്ത് വീട്ടുമുറ്റത്ത് കുഞ്ഞിനെ ചോറ് വാരിക്കൊടുക്കുന്നതിനിടെ അമ്മയ്ക്ക് പാമ്പുകടി ഏൽക്കുന്നത്. 28 വയസ്സുള്ള യുവതിയാണ് അന്ന് മരിച്ചത്. ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഈ വിഷയവുമായി, പാമ്പുകടിയും അതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ജാഗ്രതകളുമെല്ലാമായി സംസാരിക്കാൻ ഇതുമായി ഏറെ അടുപ്പമുള്ള, ഈ വിഷയവുമായി ഏറെ ബന്ധമുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം സ്വാഗതം ചെയ്യുന്നു സേവ്യർ എൽത്തുരുത്ത്, വന്യജീവി സംരക്ഷകനും റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൂടിയായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PB ഗിരിദാസ്, മൃഗചികിത്സാ രംഗത്ത് ഒട്ടും ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ശ്രീ PB ഗിരിദാസിനെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം സേവ്യറിലേക്ക് തന്നെ പോകാം. താങ്കൾ വനംവകുപ്പിൽ വരുന്നതിന് മുമ്പ് ഒരു വന്യജീവി സംരക്ഷകൻ എന്ന നിലയിൽ ധാരാളം ആളുകൾ താങ്കളെ വിളിക്കുകയുണ്ടായി. ഒരുപാട് നാളുകളായി താങ്കളെക്കുറിച്ച് അക്കാലത്തും TCV വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് മഴക്കാലങ്ങളിൽ ധാരാളം പാമ്പിൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ഒരു സമയം. ഇപ്പോഴും ആ ഒരു സാഹചര്യം തന്നെ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും മരണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല ആ കാലവും ഈ കാലവും തമ്മിൽ, അല്ലേ? മരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ സ്നേക്ക് ബൈറ്റ് വരുന്നുണ്ട്. പണ്ടും ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. നമ്മുടെ ആൾക്കാർ അത് ഒത്തിരി വൈകിക്കും. പിന്നെ വെറൈറ്റി അറിയില്ല, പാമ്പിനെ കുറിച്ചുള്ള വെറൈറ്റികൾ അറിയില്ല. പിന്നെ ഹോസ്പിറ്റല്, ഇവരെല്ലാവരും അടുത്ത ഹോസ്പിറ്റലിൽ വന്നു. പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്നേക്ക് ബൈറ്റും ഡയാലിസിസും വെന്റിലേറ്ററുള്ള ഹോസ്പിറ്റലിൽ വേണം പോകാൻ. അതിപ്പോൾ നമ്മുടെ ജൂബിലി മെഡിക്കൽ കോളേജ്, ചില ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് ഇത് റെഫർ ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക. അപ്പോൾ ഈ മരണങ്ങൾ 2-3 കേസ് എൻ്റെ അറിവ് ഞാൻ പറയണമെന്ന് വെച്ചാൽ, രാത്രി സമയങ്ങളിൽ ഇരുട്ടത്തവും പാമ്പ് കടിക്കാം. പക്ഷേ ഈ പാമ്പിനെ പിടിക്കാൻ അവർ ശ്രമിക്കും. നമ്മൾ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, അത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കയ്യുമ്മ പാമ്പ് കടിച്ചാൽ ഇവിടെ ഒരു കെട്ടെന്ന് പറയുന്നത് പണ്ട് മുറുക്കി കെട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് കെട്ടാൻ വേണ്ടി ഇവിടുത്തെ ഓരോ വെയിനുകൾ ടൈം അനുസരിച്ച് കോശങ്ങൾ ഡെത്താവുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ടൈറ്റ്, ഒരു വിരൽ ഗ്യാപ്പ്. പിന്നെ നമ്മൾ കൈ അനക്കരുത്. അതായത് ബ്ലഡ് വേണമെങ്കിൽ നമുക്ക് ഞെക്കി കളയാം. എനിക്ക് ഡോക്ടറിനെ അറിയാം. എനിക്ക് 2 ബൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ വിരലുമയാണ്. ഞാനത് നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം സക്ക് ചെയ്ത് ബ്ലഡ് എടുത്ത് തുപ്പി കളയല പണി. പക്ഷെ അത് ചെയ്യരുത്. എന്ന് വെച്ചാൽ പല്ല്, തൊണ്ണ്, നാവ് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ പാമ്പ് കടിക്കാതെ സിംപ്റ്റം നമുക്ക് അത് കയ്യാനക്കണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ബാൻഡേഡ് ഇങ്ങനെ നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ അത്ര ടൈറ്റ് അല്ല, ടൈറ്റ് ചെയ്യുക. നമ്മളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ ഉടനെ അവർ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. പിന്നെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോബ്ര ന്യൂറോടോക്സിക് ആണ്. അതായത് നെർവസിനെ ബാധിച്ച് ബ്രെയിനിലേക്ക് വന്ന് നമ്മൾ പാരലൈസ് ആവണം. രണ്ടാമത്തെ ഏറ്റവും അപകടം പിടിച്ചൊരു പാമ്പാണ് റസിൽസ് വൈപ്പർ, അണലി. അത് ഹീമോടോക്സിക് ആണ്. രക്തകോളിനെ നിർവീര്യമാക്കണം, കിഡ്നി ഡാമേജ് ആവണം. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ഡെത്ത് വരുന്നത് റസിൽസ് വൈപ്പറാണ്, അണലി. അപ്പോൾ പിന്നെ വരണത് നമ്മുടെ കോമൺ ക്രൈറ്റ് ആണ്, വെള്ളിക്കട്ടൻ. ഇത് ന്യൂറോടോക്സിക് ആയാലും മരണ സ്റ്റേജിൽ കിഡ്നീനെ ബാധിക്കുന്ന ഡോക്ടേഴ്സ് പറയണം. അപ്പോൾ ഇതൊക്കെയും നമ്മൾ പഠിച്ചിരിക്കണം. അതായത് പാമ്പിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അതിൻ്റെ ഹെഡ്, ടെയില്, അടിയിലത്തെ വെൻട്രൽ, പിന്നെ മുകളിലത്തെ സ്കിന്ന്. പക്ഷെ ഇത് ജനങ്ങൾ ഇതിനെ കാണുമ്പോൾ ഭയപ്പെടുന്നു. ശരിക്കും ഡോക്ടർ, ഈ ഒരുപാട് ഇനങ്ങളുണ്ടെങ്കിലും വിഷമുള്ള പാമ്പുകൾ അത്രയേറെ ഇല്ല എന്നാണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വിഷയമുള്ളത് ഈ അണലി, മുറുകൻ, വെള്ളിക്കട്ടൻ തുടങ്ങിയ ഇനങ്ങളായിരിക്കും. ശരിക്കും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം, ഈ പറഞ്ഞ പോലെ പാമ്പ് കടിച്ചാൽ അതിനെ തല്ലിക്കൊന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. പക്ഷേ
എപ്പോഴും ആളുകളുടെ ഉള്ളിലൊരു ധാരണ അത് തന്നെയായിരിക്കും, അതിനെ തിരിച്ചറിയണമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ പാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിനെ ഇപ്പോൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 4 ഇനം പാമ്പുകളാണ് തൃശ്ശൂരിൻ്റെ മേഖലയിൽ വിഷം, അതായത് 4B എന്ന് പറയും. ബ്രസൽസ് വൈപ്പർ, ക്രേറ്റ്, കോബ്ര, ദെൻ സോസ്കൈൽഡ് വൈപ്പർ, ഈ 4 ഇനങ്ങളാണ് ശരിക്കുള്ളത്. അതിൽ ശംഖുവരയൻ എന്ന് പറയും ക്രേറ്റ്, അതും പിന്നെ നമ്മുടെ കോബ്ര. ഇത് നേരത്തെ ഇവർ പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് ആണ്. മറ്റു രണ്ടും അതായത് ബ്ലഡിനെയാണ് ബാധിക്കുക. അപ്പോൾ ഇത് കടി കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ ശംഖുവരൻ, നമുക്കറിയാം വീട്ടിനകത്തൊക്കെ ഈ കിളികളൊക്കെ വളർത്തുക, കിളിക്കൂടിൽ വന്നിരിക്കും. അതങ്ങനെയൊക്കെ ഒരു ശീലങ്ങളാണ് നമ്മുടെ നാട്ടിൽ. കിളികളെ വളർത്തുമ്പോൾ കിളിക്കൂടിലൊക്കെ വരുന്ന വെള്ളിക്കട്ടൻ എപ്പോഴും കയറി ഇരുന്ന് കിളികളുടെ മുട്ട തിന്നാനായിട്ട് വരും. ഇവരുടെ ഒരു താല്പര്യം അതൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതൊക്കെ എവിടെ പതുങ്ങിയിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. വന്യതയുള്ളതാണ്. നമ്മൾ അവരെ പോയി അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് അവർ നമ്മളെ കടിക്കുള്ളൂ. അല്ലാതെ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാമ്പ് ഒരിക്കലും നമ്മളെ കയറി വന്ന് അറ്റാക്ക് ചെയ്യില്ല മറ്റുള്ള മൃഗങ്ങളുടെ മാതിരി. അതിനെ നമ്മൾ അബദ്ധത്തിൽ ചവിട്ടുമ്പോഴോ അതിന് വേദന എടുക്കുമ്പോഴാണ് അത് നമ്മളെ കടിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ടോർച്ച് കൈ പിടിക്കുക, അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാലുറ കയ്യുറയൊക്കെ ഇട്ടിട്ടാണ് വളപ്പിലൊക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീടിൻ്റെ പൂമുഖത്ത് ഇപ്പോൾ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കും. ഈ ചെടിച്ചട്ടികളുടെ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന അറിയില്ല. ഇതൊക്കെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ടാവുക. ചെടിച്ചട്ടിയുമായി ബന്ധപ്പെട്ട് വല്ല പാറ്റ അല്ലെങ്കിൽ ഒരു തവള കയറി വരും, അതിന് പിന്നാലെ പാമ്പ് വന്ന് അവിടെ കിടക്കും. പിന്നെ അവിടെ കിടന്ന് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അത് പക്ഷേ പിന്നീട് അതിനെ അറിയാതെ ചവിട്ടുകയോ, അപ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധ കുട്ടിയിലായിരിക്കും അമ്മയുടെ. അപ്പോൾ ചവിട്ട് കിട്ടുന്നത് പാമ്പിന് കിട്ടിയ വഴിക്ക് കടിച്ചു. പക്ഷേ ഇതിനൊക്കെ ഉണ്ടെങ്കിലും ഏത് പാമ്പ് കടിയേറ്റാലും കൃത്യമായിട്ടുള്ള ചികിത്സാ രീതി ഇന്ന് നിലവിലുണ്ട്. നമുക്കറിയാം, എനിക്കെൻ്റെ അനുഭവങ്ങളുണ്ട്. കാരണം കാഴ്ചബംഗ്ലാവിൽ ഒരു സ്നേക്കിൻ്റെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർ കടി കിട്ടിയപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ, അത് ഏറ്റവും നല്ല മാരകമായ പോയ്സണായിട്ടുള്ള കോബ്ര തന്നെ കടിച്ചത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെറിയ കടിയെ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ അത്ര സിവിയർ പോയ്സൺ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായി. പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് റിവൈവ് ചെയ്ത് വന്നത്. ആളെ കയ്യിൻ്റെ ഈ ഭാഗം മൊത്തം കരിഞ്ഞു പോയി ആ കടിയുടെ ആഘാതം കൊണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് വിധേയമായില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ല. അതിനൊരു സമയമല്ലേ, ഒരു ഗോൾഡൻ. അതായത് അതാണ് വിത്തിൻ 1 അവറിൽ നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മരുന്ന് ശരീരത്തിൽ ഫലിക്കാനുള്ള സമയം മാതിരി തന്നെ ബൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഇപ്പോൾ കൈൻ്റെ തുമ്പത്തങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ശരീരത്തിലേക്ക് കയറി വരും. മറ്റുള്ളടത്ത് കിട്ടുകയാണെങ്കിൽ അത് മസിലെടുത്ത് ശരീരത്തിൽ എത്താനുള്ള ഒരു സമയമുണ്ട്. അത് 1 അവറാണ് മിനിമം പറയാം. ആ 1 അവറിനുള്ളിൽ നിങ്ങൾ വേറെ ഒന്നിനും നോക്കി നിൽക്കുന്നത്, നന്നായി വാഷ് ചെയ്തിട്ട് ആളെ സമാധാനപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുക. കൈൻ്റെ തുമ്പത്തൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിനൊക്കെ പോയി വെന്യൂൾസൊക്കെയാണ്, അപ്പോൾ അവിടെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. മറിച്ച് ഇവിടെയൊക്കെ കടി കിട്ടി കഴിഞ്ഞാൽ അത് മാംസത്തിലേക്കേ പോവുക. പിന്നെ മാംസത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യാനുള്ള ടൈം എടുക്കുക. അപ്പോൾ തുമ്പത്തൊക്കെ കടി കിട്ടി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ആക്ഷൻ തുടങ്ങും. അതായത് നമ്മളങ്ങനെയാണ്, നമ്മളിപ്പോൾ ബ്ലഡ് എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യും ബ്ലഡ് എടുക്കുന്നത് വെയിൻ നോക്കിയിട്ടല്ലല്ലോ, ജസ്റ്റ് പ്രിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരും. അത് പക്ഷേ ഇവിടെ കുത്തിയപ്പോൾ അത്ര സ്പീഡിൽ ബ്ലഡ് വരില്ല അവിടെ. അതായത് അവിടെ സപ്ലൈ അല്ല, അവിടെ വെയിനിലൂടെയുള്ള സ്മോൾ സപ്ലൈയും ഇവിടെ നല്ല സപ്ലൈ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് അവിടെ നിന്ന് പെട്ടെന്ന് കുത്തിയൊഴുക്കി പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ബൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിൽ എത്തിക്കുക, ആ ഗോൾഡൻ അവർ കീപ്പ് ചെയ്യുക. കാരണം 1 അവറാണ് ഒരു ഗോൾഡൻ അവർ. അതിൽ നമുക്ക് പാമ്പിനെ പിടിക്കാനോ അതൊക്കെ അറിഞ്ഞിരുന്നാൽ പാമ്പിൻ്റെ അവയർനെസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അവരാണ് പിന്നെ അടുത്ത തലമുറയിലേക്ക് വരാം. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഈ പാമ്പുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്യാമ്പുകളും അതൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ, കുട്ടികളും ഉണ്ടല്ലോ വീട്ടിൽ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന പാമ്പാണ്, ത്രികോണാകൃതിയിലുള്ള തലയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ശംഖുവരയൻ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, ഇതൊക്കെ നമുക്ക് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണും. പക്ഷെ നമ്മൾ രാത്രി പറമ്പിൽ തപ്പാൻ പോയാൽ കടിച്ച പാമ്പ് അവളിലേക്ക് കിട്ടുക, അവിടെ വേറെയും പാമ്പുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ പാമ്പിനെ പറമ്പിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതായിരിക്കണം 2 തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ട് അല്ലേ? ഏതായിരുന്നു പാമ്പ്? അത് കോബ്രയാണ് രണ്ടും. അത് പിന്നെ ഡോക്ടറിനെ അറിയാം, ഡോക്ടറുടെ ടൈമിലായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ അന്നെന്ന് പറയണത് കൈ കൊണ്ടുള്ള ക്യാച്ചിങ് ആണ്. അതായത് പണ്ടനാൽ തന്നെ നമ്മുടെ മദ്രാസ് സ്നേക്ക് പാർക്ക് 1969 മദ്രാസ് സ്നേക്ക് പാർക്കിൽ ഡയറക്ടറായി പറഞ്ഞ നമ്മുടെ റോമിലിസ് വെക്ടാക്ടർ ആണ്ടൊരു സാർ, ആള്
വരുമ്പോൾ അന്ന് ക്യാച്ചിങ് സഞ്ചിയാണ്, കൈ കൊണ്ട് പിടുത്തില്ല. പിന്നെ അത് നമ്മുടെ കാലഘട്ടം അനുസരിച്ച് കൈ കൊണ്ട് പിടിക്കലായി, ഷോ ചെയ്യലായി, മീഡിയാസിൽ കവറിങ് ആയി, അങ്ങനെ വന്നു. ഇപ്പം അത് മാറി. ഇപ്പോൾ ഹുക്ക് PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചിയിലൂടെ കയറ്റാൻ അതിനെ തലം പിടിച്ച ഈ പാമ്പിനെ പിടിക്കാനായിട്ടൊരു പ്രത്യേക താങ്കളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ? എൻ്റെ കയ്യിൽ ഞാൻ വടി കനിയെന്ന് എൻ്റെ ഒരു ബ്രദർ വഴി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ബൈറ്റ് കിട്ടിയപ്പോഴാണ് ആ സ്റ്റിക്ക് വന്നത്. അതായത് നമുക്ക് അഡ്വാൻറ്റേജസ് ചെയ്യാം, പക്ഷേ നമ്മുടെ സേഫ്റ്റി നമ്മളെ നോക്കണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വനവകുപ്പിലിപ്പോൾ കുറേ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, സർപ്പാപ്പ് വഴി. പക്ഷെ ഇതിലിപ്പോൾ എല്ലാം ഹുക്കും മറ്റേ PVC പൈപ്പാണ്. പക്ഷേ ഇംഗ്ലീഷുകാർ ഇപ്പോഴും ചെയ്യുന്നത് സ്റ്റിക്ക് ഇട്ടിട്ട് തന്നെ പിടിക്കണേ. അവരുടെ സേഫ്റ്റി അവർ നോക്കും. അതിനൊരു മെത്തേഡ് ഉണ്ട്, അല്ലാണ്ട് മുറുക്കി ഞെക്കാതെ. അതിന് ആ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വന്ന് ലോക്കായി അങ്ങനെ നോക്കും. ഈ കൈ ലൂസ് ചെയ്താൽ അത് വിടുള്ളൂ. ഈ 2 തവണയും കോബ്രയുടെ കടിയാണ് ഏറ്റത്. ഈ ആ സമയത്തുണ്ടായിരുന്ന അനുഭവം? ആ സമയത്ത് ഞാൻ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് എയ്ഡ് ഞാൻ ചെയ്തു. ഉടനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറിന് തൃശ്ശൂർ സൂലുണ്ട്. അപ്പോൾ ഡോക്ടർ മെഷീനിലേക്കുള്ള അറേഞ്ച്മെൻറ്റ് ആൾ ചെയ്തു. നേരെ പോയി ICUയിൽ. അപ്പോൾ എന്നെ ഫ്രാൻസിസ് ലൂയിസ് സാറാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ ബൈറ്റ് വരുമ്പോൾ നമുക്ക് ഓരോ സിംറ്റങ്ങളുണ്ട്. അതായത് കോബ്ര കടിച്ച ന്യൂറോടോക്സിക് ആയ കാരണം നമുക്ക് വരുന്ന ഫസ്റ്റ് സിംറ്റം സീരിയസ് കേസിൽ വരെ കണ്ണാണ്. സാറും ഞാനായിട്ട് കാണില്ല. സീരിയസ് കേസ്, അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ മൂടപ്പ് വരും. സെക്കൻഡ് നേരം നമ്മൾ ബ്രീത്തിന് പ്രത്യേക ഒരു ലങ്സ് ബ്ലോക്ക് ആവണമാർ വരും. മൂന്നാമത് അപ്പം തന്നെ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. ഉടനെ നമ്മൾ പാരലൈസ് ആവും. ഉടനെ വെന്റിലേറ്ററിൽ ഇങ്ങനെ ഒരു തട്ടാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ആൻറ്റിവനം, പോളിവാലൻ്റ് എന്ന് പറയുന്നത് 4 പാമ്പിൻ്റെ പോയ്സണാണ്. നമ്മുടെ കോബ്ര, അണലി, വെള്ളിക്കട്ടൻ, കാട്ടിൽ കാണുന്ന സോസ്കെയിൽഡ്. ഈ സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്നത് നമ്മുടെ അണലി ഗ്രൂപ്പ്. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ 2 പാമ്പിനെ എൻ്റെ അറിവിൽ റിപ്പോർട്ട് വന്നിട്ടില്ല. ഏതൊരു വണ്ടിയിൽ നിന്ന് ഗുജറാത്ത്, ഡൽഹി ഭാഗങ്ങൾ ഇത് കാണും. ഈ 4 പാമ്പിൻ്റെ പോയ്സൺ എടുത്ത്, അതായത് വിഷമെടുത്ത് കുതിരയുടെ ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കുതിരയുടെ ബോഡിയിൽ നിന്ന് വരുന്ന ആൻറ്റിബോഡിയാണ് ഇപ്പോഴത്തെ സിറം, പോളിവാലൻ്റ്. അത് ഇത്ര പോകുന്ന അല്ലേ ഡോക്ടർ? പൗഡർ. അതുടനെ ഗ്ലൂക്കോസ് വഴി ആദ്യം സൈഡ് എഫക്റ്റുള്ള മരുന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞാണ്. സൈഡ് എഫക്റ്റുള്ള മരുന്ന് കയറ്റി ഗ്ലൂക്കോസ് വഴി ആൻറ്റിവനം. അന്ന് എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു? ഞാൻ 8 മണിക്കൂർ കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പോകണു, കാലത്ത് ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ എനിക്ക് കടി സീരിയസ് ആയിരുന്നു. പക്ഷെ പാമ്പ് കടിച്ച് സീരിയസ് ആയി മരണ സ്റ്റേജിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ മരണം ആ കടിച്ച ഭാഗം ഒന്നാലും മുറിച്ച് കളയും, അല്ലെങ്കിൽ വികൃതമായിട്ടിരിക്കും. അതാണ് പാമ്പ് പിടിക്കണ എല്ലാവരും കൈ ശ്രദ്ധിച്ചറിയാം. പണ്ടുള്ള പാമ്പാട്ടികളും പിന്നെ ഇപ്പോൾ ലോക്കലിപ്പോൾ നമ്മുടെ എൻ്റെ കടിക്കൊക്കെയും അതൊക്കെയും ആകെ മരവിച്ച് ആ കോശങ്ങൾ ഡെത്താവില്ല സാറാണ്. ഈ പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആൻറ്റിവനം നൽകും. പക്ഷേ ഈ പറഞ്ഞ മാതിരി 3 ഇനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ളത്. അത് തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണം. ഈ പാമ്പിനെ തിരിച്ചറിയാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഏതിനമാണെന്ന് ചോദിക്കും. അതുകൊണ്ടായിരിക്കും ഈ പാമ്പ് കടി ഏറ്റവർ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഈ പാമ്പിനെ തേടി നടക്കുന്നത്. അതിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അല്ല, ഇവിടെ നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റു എന്ന് പറഞ്ഞാൽ എത്ര കടിയേറ്റു എന്ന് മാത്രമേ അവർ നോക്കുള്ളൂ ഹോസ്പിറ്റലിൽ. പിന്നെ അവരതിൽ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. ആണോ? അതുകൊണ്ട് പിന്നെ അവർക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷിക്ക് ഡയാലിസിസിലേക്ക് പോകേണ്ടി വരുമോ അതോ എന്താ പറയുക ശ്വാസതടസ്സം ഉണ്ടാകാതിരിക്കാനായിട്ട് വെന്റിലേറ്ററിലേക്ക് പോകേണ്ടി വരുമോ എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അത് രണ്ടും തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹീമോടോക്സിക് ആണെങ്കിൽ ഡയാലിസിസും ന്യൂറോടോക്സിക് ആണെങ്കിൽ വെന്റിലേറ്ററും. ഇത്രയുമാണ് ചികിത്സയുടെ ഒരു മാതൃക. അതിനപ്പുറം ഒന്നും വേറെ ഇല്ല. കാരണം അത് കൃത്യമായി ചികിത്സിച്ച് കഴിഞ്ഞാൽ ആൾ തിരിച്ച് ജീവിതത്തിലേക്ക് എത്ര പോയ്സൺ ഉണ്ടെങ്കിലും തിരിച്ചു വരും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവർ 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ശംഖുവരൻ കടിച്ചാൽ വേദന എടുക്കില്ല. നമ്മൾ വിചാരിക്കും പാമ്പുകടിയേറ്റ് വല്ല വേദന ഉണ്ടാകുന്നു. അങ്ങനെ വേദന ഉണ്ടാവണമെന്നില്ല. ശംഖുവരൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കടിയേറ്റ് കഴിഞ്ഞാൽ വേദന അത്ര മൂർക്കം കടിച്ചാൽ അല്ലെങ്കിൽ അണലി കടിച്ചാൽ നല്ല വേദന ഉണ്ടാവും. പക്ഷേ ശംഖുവരൻ കടിച്ചാൽ വേദന ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ വെച്ചിരിക്കും. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തിന് നമ്മൾ അറിയണത് ഒരു കടി കയറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് ആ പോയ്സൺ ശരീരത്തിലേക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പിന്നെ ഈ പാമ്പ് കടിയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇര തേടി കഴിഞ്ഞിട്ട് അതിൻ്റെ വിഷം കുറഞ്ഞ അളവിലായിരിക്കും അതിൻ്റെ കയ്യിലുണ്ടാവുക. അത് കിട്ടുമ്പോൾ ആൾക്ക് അങ്ങനെ അത്ര ബാധിക്കണമെന്നില്ല. അതാണ് നമ്മുടെ 80% കേസുകളും ശേഷം പാമ്പ് കടിക്കുമ്പോൾ ഒരു 20% വെനമാണ് ശരിക്കും അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് സമയമെടുക്കും വീണ്ടും
സഞ്ചിയിൽ വനം വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകളൊക്കെ നന്നായി രക്ഷപ്പെടും. അതാണ് ഈ ആളുകൾ പറയണത് മറ്റുള്ള ചികിത്സ കഴിഞ്ഞ് പെട്ടെന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലോ, വേറെ എന്നാ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മരുന്നൊക്കെ വെച്ചപ്പോൾ. പക്ഷെ അവർക്ക് ഈ 20% താഴെയുള്ള വിഷ ശരീരത്തിൽ വന്നിട്ടുള്ളൂ. മറിച്ച് നല്ല ഒരു അതാണ് ഇപ്പോൾ മുട്ടയിട്ട് കിടക്കണ ഒരു 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 പാമ്പിൻ്റെ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ 80% വിഷം ശരീരത്തിൽ വരും. കാരണം അത് അവിടെ കിടക്കുക, അതിന് തീറ്റയൊന്നും എടുക്കാൻ പോകാൻ പറ്റില്ല. ആ സമയത്ത് മുട്ടയ്ക്ക് കാവിലിട്ട് കിടക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ട് വെനം ഉണ്ടാവും. മറിച്ച് ഇത് എര തേടി അങ്ങനെ നടന്നൊരു എലീനെ കൊല്ലണമെങ്കിൽ അതിന് വിഷം വേണം. എലിയ പമ്പ് ചെയ്ത് വിഷം ചെയ്തിട്ടാണ് അത് വിഴുങ്ങി കഴിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന കടിയാണ് സാധാരണ 80% കടികൾ. അതുകൊണ്ടാണ് ആളുകൾക്ക് അതൊരു സീരിയസ് ആവാത്തത്. പക്ഷേ പാമ്പ് കടി ഏറ്റാൽ വേറെ ഒന്നും നോക്കരുത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിൽ പോവുക. ഇതിനുള്ള ഇപ്പോൾ സേവ്യർ പറഞ്ഞ മാതിരി അതിന് സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കണം. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് കാര്യമില്ല. അതിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല ഏത് ആശുപത്രിയിലേക്കാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ അവബോധം ജനങ്ങൾക്കിടയിൽ നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശ്രീ സേവ്യർ പറഞ്ഞ പോലെ പാമ്പ് കടിയേറ്റ് ആദ്യം ചിലപ്പോൾ അടുത്തുള്ള ഡിസ്പെൻസറിയിലേക്കാവും പോവുക. നേരെ മറിച്ച് ചികിത്സയുള്ള സ്ഥലത്തേക്ക് ആദ്യം തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ 1-2 മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലാഭിക്കാൻ, ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അതെ, അത് ഈ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം എന്നൊരു ധാരണ. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അമല ഹോസ്പിറ്റലുണ്ട്. അമലയൊക്കെ വർഷങ്ങളായിട്ട് പാമ്പ് കടി ചികിത്സ, പാലക്കാട് ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടേക്ക് ചികിത്സയ്ക്ക് വരുന്നത് പാമ്പ് കടിയേറ്റിട്ടാണ്. അങ്ങനെ ഒരു സൗകര്യം വേറെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും അവർ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസും എല്ലാ ടെക്നോളജി അവിടെ ഉണ്ട്. അപ്പം പാമ്പ് കടിയേറ്റാൽ വേറെ ഒന്നും നോക്കരുത്, അതിൻ്റെ മെഷീനറീസ് അവിടെ ഉണ്ട്. ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സിസ്റ്റം അറിയാം. മറ്റത് അവരെടുത്ത് നോക്കിയാൽ പിന്നെ വെനമുണ്ടോ, വെനം സ്റ്റോക്ക് ഉണ്ടാവണം. ഇതിന് വളരെ ഷോർട്ട് ലൈഫേ ഉള്ളൂ ഈ മരുന്നിന്. 6 മാസം കഴിഞ്ഞാൽ അത് എക്സ്പയർ ചെയ്യും. അപ്പോൾ അത് ആളുകൾ അധികം മരുന്ന് ഇപ്പോൾ എല്ലാ ആശുപത്രിയിലും സൂക്ഷിക്കണമെന്നില്ല. അപ്പോൾ അതിനൊരു സെൻറ്റർ പോയിന്റിൽ മാത്രമേ അത് സൂക്ഷിക്കുള്ളൂ. അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം ആളുകൾ അത് സൂക്ഷിക്കില്ല, എൻ്റെ ആവശ്യമില്ല. അത് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റിട്ടുള്ള ചികിത്സയ്ക്ക് സർക്കാർ സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? സർക്കാർ സംവിധാനമല്ല, ഇത് ഗവൺമെൻറ് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇതിനെ പാമ്പ് കടിയേറ്റ് ചെല്ലുന്നവരിൽ നിന്ന് ഇതിൻ്റെ വില ഈടാക്കുമോ? ഇല്ല, ഇതൊക്കെ ഗവൺമെൻറ് സൗജന്യം. ഫ്രീയാ. മറ്റേ സ്വകാര്യ ആശുപത്രികളിൽ മരുന്നിൻ്റെതായ ഒരു പൈസയും, അതിപ്പോൾ ഒരു മെഡിസിൻ വാങ്ങിച്ച് തരുന്നല്ല അവർ, പിന്നെ അവരുടെ സർവീസ് ചാർജൊക്കെ ഉണ്ടോ. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് സൗജന്യമാണ്. ഈ സേവയിലേക്ക് വരുമ്പോൾ താങ്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ പാമ്പിനെ പിടിച്ച് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്, കാട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പാമ്പിനെ അടുക്കളയിൽ കണ്ടു, വിറകുവരയിൽ കണ്ടു, ചാക്കിലെടുത്ത് വെച്ചു, ചെടിച്ചട്ടികൾക്കിടയിൽ കണ്ടു എന്ന് പറയും. താങ്കൾ ഇതിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ കൂടുതലായും ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി വീടിനകത്ത് കിളികൾ വളർത്തുമ്പോൾ ഈ കിളികളുടെ മുട്ട തിന്നാൻ, അല്ലെങ്കിൽ ആ പരിസരത്ത് ചില ശംഖുവരയം പോലെയുള്ള പാമ്പുകൾ, വെള്ളിക്കട്ടം പോലുള്ള പാമ്പുകൾ ഉണ്ടാകുന്നു. താങ്കളുടെ ഒരു പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം? അതായത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പാമ്പിനെ പിടിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇടയ്ക്ക് ഇപ്പോൾ ഒത്തിരി കുറവാണ്. എന്നാലും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ അടുക്കള. അതായത് അടുക്കളയിലുള്ള പ്രത്യേകത, അതായത് പഴയ വീടായാലും പുതിയ വീടായാലും നമ്മൾ കിച്ചണിൽ അടുപ്പ് കത്തിക്കും. ഈ അടുപ്പിൽ ബാൽക്കണിയിൽ ഫുള്ള് വിറക് വെച്ചിട്ടുണ്ടാവും. അടിയിൽ 3 സ്ലാബും അതിലൊക്കെ വിറക് കൊണ്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ ഒരു പനിച്ചു വന്ന് കിടക്കാനും, ഈ മഴക്കാലത്ത് ഭൂമി നനഞ്ഞു ഇവർക്ക് സുഖമായിട്ട് കിടക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ചകിരി ചിരട്ട അതിൻ്റെ ഉള്ളിലൊക്കെ ആവും. പിന്നെ പാമ്പ് കൂടുതലും അകത്ത് കയറേണ്ട ഉദ്ദേശം, ഇപ്പോൾ എല്ലാ വീടിൻ്റെയും ബാക്കിൽ ഗ്രില്ലാണ്, കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു സിമ്പിളായിട്ട് അടിക്കൂടെ വന്ന് വല്ല എലിയ തവളി വലിയ ചാടി പോയി ഇവർ സെൻസ് നാക്കണ, അവരെ സെൻസ് എടുക്കണത്, ആ മണം രുചിയും തിരിച്ചറിയാൻ നാക്കണ ഒരു ജേക്കബ്സൺസ് ഓർഗൻസ് എന്ന് പറയാം എൻ്റെ നാക്കിൻ്റെ ഇതിൽ. അവരത് സെൻസ് എടുത്ത് സിമ്പിളായിട്ട് ചുമരുമ്മ ഒറ്റയ്ക്ക് കയറില്ല. പക്ഷേ ഒരു 4 അടി 5 അടി വലിയ കോബ്രയിന് വന്ന് അവർ ഹെഡ് അവർ ഗ്രിപ്പായി. പിന്നെ സിമ്പിളായിട്ട് ഉള്ളിലേക്ക് കയറും. എലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഹെവി ഫുഡ് പരിച്ചയക്കണമെങ്കിൽ അവിടെ കിടക്കും. പിന്നെ റിട്ടേൺ പോകാൻ ചിലപ്പോൾ അവനെ അറിയില്ല. അപ്പോഴാണ് വീട്ടുകാർ എന്തെങ്കിലും വല്ല ആവശ്യത്തിന് അവന് കാണുന്നു, നമ്മളതിനെ പിടിക്കുന്നു. അപ്പം ചിലത് പാമ്പുകൾ ഒമിറ്റ് ചെയ്യും. 99% പാമ്പുകൾ പിടിച്ച് ഒമിറ്റ് ചെയ്യും. ഹെവി ഫുഡ് കഴിക്കണവർ വരില്ല. പിന്നെ അതേമാരെ കിച്ചൺ, പിന്നെ നമ്മുടെ കോഴിക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കോഴീനെ കയറ്റി കഴിഞ്ഞാൽ നമ്മളത് ഫുൾ അടച്ചിടണം. പിന്നെ ആൾക്കാർ ഇപ്പോൾ ചെയ്യണതിൻ്റെ പണിയെന്ന് വെച്ചാൽ വീട്ടിലൊരു കോഴിക്കൂട് പണിതു, ഫ്രണ്ടിൽ ഒരു ഗ്രില്ലിടും, ഉള്ളിക്കോടിയും സൈഡ് കോടിയും പാമ്പിന് കയറാം. അതായത് നമ്മുടെ ഓമനമൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റിയിൽ ചെറിയ നെറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ കൂട് പണിത് നോക്കിയാൽ ഒരു പാമ്പ് കയറില്ല. എല്ലാവരും ഓടിൻ്റെ മുകളിൽ കൂടെ മലമാമ്പയ്ക്കും വരാം, കോഴീനെ പിടിക്കാൻ വരാം, ഓടിൻ്റെ മുകളിൽ നിന്ന് ഓട് തിക്കിയിട്ട് ഉള്ളിൽ കയറും.
പിടിച്ചവിടെ കിടും. അപ്പോഴത്തേക്കും ജനങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അതാത് വീട്ടിലത്തെ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഈ ചെടിച്ചട്ടികളും പിന്നെ ചെടി സാറ് പറഞ്ഞ മരുന്ന് തണുപ്പുള്ള ഇപ്പം എല്ലായിടത്തും ചെടി ഫാഷനായിട്ട് വെച്ചാണ്. ഇതിലൊക്കെ ഇവർ വന്ന് കെടുക്കും, തവളനെ പിടിച്ച് അവിടെ സുഖമായി കെടുക്കും. തണുപ്പ് കിട്ടാനും അതിനുള്ളൊരു ഇതുണ്ട്. അപ്പം നമ്മളറിയാണ്ട് നമ്മളെന്തെങ്കിലും എടുക്കണ നേരത്തെ ഒരു കടിക്കുക. അപ്പം അങ്ങനെയുള്ള പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ നല്ലൊരു ബൈറ്റ് എനിക്കായാലും കിട്ടിയാലും നമ്മൾ സീരിയസ്. അതായത് വായു തുറന്ന് ഇതാണ് സ്നേക്ക് ബൈറ്റ്. അരപ്പല്ല് പ്രസ് ചെയ്ത് 2 വിഷപ്പല്ല് ഒറ്റ കടിയിൽ പല്ല് ഹോളാണ് സിറിഞ്ച്. ബ്ലാഡറിൽ നിന്ന് വെനം പ്രോട്ടീൻ നമ്മുടെ മസിലിൽ കയറും. ഡോക്ടർ, പലപ്പോഴും ചിലർ പാമ്പ് കടിയേറ്റത് അപ്പോൾ തന്നെ അറിയും, അല്ലെങ്കിൽ പാമ്പിനെ കാണും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാവും കാലിലൊരു പാട് അല്ലെങ്കിൽ ചോര കിനിയുന്ന പോലെ കാണുക. വേദന അറിയില്ലേ കടിക്കുമ്പോൾ? ഒപ്പം തന്നെ പല പാമ്പുകളും കടിക്കുമ്പോഴും പല ലക്ഷണങ്ങളായിരിക്കും. അണലി കടിക്കുമ്പോൾ വേറെ രീതിയിൽ, മുറുക്കം കടിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക, അതെങ്ങനെയാവും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാമ്പ് കടി രണ്ട് ടോക്സിനാണ് അവിടെ വരുന്നത്. പാമ്പ് ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് 2 തരം ടോക്സിനാണ്. ഒന്നും നമ്മുടെ ശരീരത്തിൽ നെർവിനെ ബാധിക്കുന്ന ടോക്സിനും ബ്ലഡ് വെസലിനെ ബാധിക്കുന്ന ടോക്സിൻ, അത് ഹീമോടോക്സിൻ. മറ്റേ ന്യൂറോടോക്സിൻ. ഈ ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശംഖുവരൻ അല്ലെങ്കിൽ കോബ്ര, അതാണ്. മൂർക്കം പാമ്പ് അല്ലെങ്കിൽ ശംഖുവരൻ ഇനത്തിൽ കടിച്ചാലാണ് നമുക്ക് ന്യൂറോടോക്സിക്. വൈപ്പർ ഇനത്തിലുള്ളത് കടിച്ചാലാണ് നമ്മളെ അതായത് ഹീമോടോക്സിക് എന്ന് പറയും. അപ്പം ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെയാണ് അത് ബാധിക്കുക. അത് കൂടുതൽ അപകടകാരിയാണ്. വെച്ചാൽ കിഡ്നി ഡാമേജ് വരും, ഡെത്ത്. പിന്നെ നമ്മൾ അതിലാണ് ഞാൻ പറഞ്ഞ ഡയാലിസിസ് ആണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇത്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബോധം പോവുക, കണ്ണ് കാണാതാവുക, ശ്വാസതടസ്സം ഉണ്ടാവുക, ആള് വെറുങ്ങലിച്ചു പോവുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെർവിനെ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സിംറ്റമാണ് ഈ മൂർഖനും ശംഖുവരനും കടിച്ചാലുള്ളത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മെഡിക്കേഷൻസ് അവിടെ കൃത്യമായിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, 1 അവറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവർ അതിൻ്റെ കൃത്യമായിട്ട് അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യും. അതായത് ബ്ലഡ് നമ്മൾ ക്ലോട്ടിങ് ടൈം നോക്കും. ബ്ലഡിൻ്റെ ക്ലോട്ടിങ് ടൈം നോക്കിയിട്ടൊക്കെ ടെസ്റ്റുകളാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്താൽ അവർക്കറിയാം വിഷമുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. രക്തം കട്ടയാവാതിരിക്കുക ഏത് പാമ്പ് കടിച്ചാലും? അത് ഈ ഹീമോടോക്സിക് ആയിട്ടുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കട്ടയാവില്ല. അതങ്ങനെ അതിനെ കട്ടയാതിരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് അത് വർക്ക് ചെയ്യണത്. ഏറ്റവും മാരക അണലിയാണോ? അണലി മാരകം, 2 മാരകം തന്നെയാണ്. മരണത്തിലേക്ക് 2 നിന്ന് നയിക്കും, അത് ഉറപ്പായിട്ടും. ഈ രോമകൂപങ്ങളിൽ നിന്ന് രക്തം വരുന്നു, അത് അണലി കടിച്ചാലാണ്. അതാണ് ബ്ലഡ് വെസൽസിനെ ബാധിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, ആ ബ്ലഡ് വെസൽസിൽ ക്ലോട്ടിങ് ടൈം കുറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ബ്ലീഡിങ് വരുന്നു, മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാം, പിന്നെ ഛർദ്ദിക്കുമ്പോഴും ബ്ലഡിൻ്റെ അംശം വരും. അങ്ങനെ മൊത്തം വെസൽസിനെയാണ് അത് ബാധിക്കുന്നത്. കടിക്കുമ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, ചിലപ്പോൾ കടി അറിയില്ലേ പാമ്പ് പെട്ടെന്ന് ബൈറ്റ് ഉണ്ടായി. അതായത് ഞാൻ ശംഖുവരൻ്റെ കടി കിട്ടിയാൽ ചിലപ്പോൾ വേദന എടുക്കില്ല. പക്ഷെ അണലിയോ അല്ലെങ്കിൽ അണലിയുടെ ഒക്കെ ഫാങ്സ് വെച്ച് ഉള്ളിലേക്കാണത്, അത് കടിച്ചു വലിക്കും. പട്ടി കടിക്കുന്ന മാതിരിയുള്ളൊരു ഫീലാണ്, വിടില്ല കടിച്ചാൽ. അത്രയാണ്. അത് അണലി കടിച്ചാൽ എന്തായാലും അറിയാൻ പറ്റും, അറിയാതിരിക്കില്ല. മൂർഖനും കടിച്ചാൽ അറിയും. പക്ഷേ ഈ ശംഖുവരനെ കടിച്ചാൽ അത് ഒരു ഹിസ്സിങ് മാതിരിയാണ്, ഒരു പെട്ടെന്ന് അറിയണമെന്നില്ല. എന്നാൽ 2 പാടുകൾ കാണാൻ പറ്റും. അപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ല. സാധാരണ ശ്രദ്ധിക്കില്ല. നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ കടി കിട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഷൂ ആണ്. ഷൂവിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയില്ല. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വീടിൻ്റെ പുറത്ത് ഷൂ വയ്ക്കണു, കുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നേരത്ത് ആ ഷൂ എടുത്ത് പെട്ടെന്ന് അണിയുമ്പോഴായിരിക്കും ഇതൊക്കെ കിട്ടുക. അപ്പോൾ എപ്പോഴും നമ്മുടെ പരിസരം നമ്മളെപ്പോഴും വിജിലൻ്റ് തന്നെ ആയിരിക്കണം. കാരണം ഇത് എവിടെ ഉണ്ടാവുക എന്ന് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിയാണ് പാമ്പ്. ഈ സേവ്യർ ഹെൽത്ത് താങ്കൾ കുറേ കാലം വനംവകുപ്പിലും ജോലി ചെയ്തു. ഈ പാമ്പ് കാണുമ്പോൾ ധാരാളം കോളുകൾ വരുന്നുണ്ടാവും. ഇങ്ങനെ പാമ്പ് അടുക്കളയിൽ കണ്ടു, അല്ലെങ്കിൽ വിറകുപുരയിൽ കണ്ടു, പിടികൂടണം എന്നെല്ലാം പറഞ്ഞ്. പിന്നീട് ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലും ചിലർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടോ വനംവകുപ്പിൻ്റെ കീഴിൽ തന്നെ? ആർക്കാണ് ആദ്യം വിളിക്കേണ്ടത്, വനംവകുപ്പിന് തന്നെയാണോ? അല്ല, ആദ്യം ഇപ്പോൾ ഒരു സൈറ്റ് വന്നിട്ടുണ്ടല്ലോ, അത് സർപ്പ ആപ്പ്. അവരെ വിളിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കും. വനവകുപ്പിനെ വിളിച്ചാലും വനവകുപ്പ് അടുത്തുള്ള ആൾക്കാർ, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ട്രെയിനിങ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് പാമ്പിനെ കൈ കൊണ്ടൊന്നും പിടിക്കരുത്, ഹുക്ക് നേരത്തെ മരം. പിന്നെ ഇതിനെ പിടിച്ച് ഇതിൻ്റെ ഒരു പാമ്പ് ജീവിക്കുക, അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുക. പാമ്പ് വരാതിരിക്കാൻ നമ്മുടെ ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കണം. അത് ഞാൻ അന്ന് പറഞ്ഞമാരെ വീട് ജനലവാതിലേക്ക് അടച്ചിടുക. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ആയാലും അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. പാമ്പിന് ടൈൽസ്, മാർബിൾ, ഗ്രാനൈറ്റ് ഒന്നും വിഷയമല്ല, സിമ്പിളായിട്ട് മൂവ് ചെയ്യുക അതിലാണ്. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഗ്രാനൈറ്റിൽ കിടക്കണ പാമ്പാണെങ്കിൽ ഒന്ന് പേടിക്കും. മൊത്തത്തിൽ അനിമൽസിനെ മനുഷ്യരെ കാണുമ്പോൾ പേടിക്കും. അപ്പം അതിൻ്റെ ഒരു വൈബ്രേഷൻ അവർക്കുണ്ടാവും.
സിമ്പിളായിട്ട് അതായത് അടുത്ത സപ്പോർട്ട് ചെയ്ത് കയറി അകത്ത് വരും. അങ്ങനെയാണ് ഇവർ വന്ന് അകത്ത് കയറണം. പിന്നെ നമ്മളതിനെ പിടിക്കണു. ഇതിൻ്റെ ഒരു ആവാസം, ഇതിനെ പിടിക്കണ പാമ്പിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതിനെല്ലാം പാമ്പിനെ പിടിച്ച് കാട്ടിൽ കൊണ്ട് കളയും. ഏത് ഇപ്പോൾ തൃശ്ശൂർ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചാൽ ഒരു 10-30 കിലോമീറ്റർ അകലെ കൊണ്ടുവിട്ടാൽ ഇത് ജീവിക്കില്ല. ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ മാറി. അപ്പോൾ അതൊക്കെ ചത്തു. ഞാൻ പാമ്പിനെ എൻ്റെ നല്ല പ്രായത്തിൽ കുറേ പാമ്പിനെ പിടിച്ച് പീച്ചിയിലും ഇവിടെ നമ്മുടെ കുതിരാനെയും കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ അവിടെ 14 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല. രാജവമ്പലാണ് കാടിൻ്റെ ഉള്ളിലത്തെ പാമ്പിനാണ്. ബൗണ്ടറിയിൽ ചിലപ്പോൾ എല്ലാം മൂർക്കന അല്ലെങ്കിൽ വേറെ വെറൈറ്റി പാമ്പുകളാണ് കാണുന്നത് മാത്രമേ. അപ്പോൾ ഇതിൻ്റെ ഒരു പാമ്പ് ജീവിക്കാൻ നമ്മുടെ നാട്ടിലാണ്. പ്രകൃതി സന്തുലനാവസ്ഥ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പാമ്പ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടുന്ന് TCVന്ന് ഒരു പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത് എവിടെയാണ്? കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. അത് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ മാറി. ആരറിയാണ്ട് പുറത്തു കൊണ്ട് വിടണം. അല്ല, അത് തന്നെയല്ലേ കൂടുതലും സംഭവിക്കുന്നത്. അപ്പം അതായിരിക്കും. അല്ല, കുറേ കാട്ടിലും കൊണ്ട് വിടുന്നതുണ്ട്. പക്ഷെ എന്നാലും ഇതൊന്നും എന്നാലും പാമ്പ്, പിന്നെ പാമ്പിനെ പിടിക്കാൻ ഒരു പ്രത്യേക ലൊക്കേഷൻ ഉണ്ട് സാറേ. അതായത് വനവകുപ്പിൽ ഇത് മുന്നേ ഞാൻ പറയാറില്ല. അതായത് പാമ്പിനെ പിടിക്കുക എവിടെയാണ്? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, കിണറിൻ്റെ ഉള്ളിൽ പാമ്പ് എവിടെ ട്രാപ്പായി കിടക്കും, അപ്പോഴത് പിടിക്കാവോ? ഇപ്പം എല്ലാവരും പാമ്പ് പിടിക്കുന്നത് എവിടുന്നാ? 2 ഏക്കർ സ്ഥലമുള്ള വളപ്പിൽ നിന്ന് കയ്യേല അല്ലെങ്കിൽ പാടശേഖരങ്ങളിൽ അതൊക്കെ പൊളിച്ച് പൊക്കിളിമൊന്ന് മാന്തി അങ്ങനെ പിടിക്കണവരൊപ്പം കുറേ ആൾക്കാർ. ഞാനും പിടിച്ചിട്ടുണ്ട് അങ്ങനെ. അതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഈ പാമ്പ് പിടുത്തം കുറയും. പിന്നെ നമ്മളൊക്കെ വെച്ചാൽ ആദ്യം കളിപ്പിക്കലിപ്പോൾ കുറവില്ല. ഇപ്പോൾ അവരുടെ പേരിൽ കേസ് പോക്കിന് ഷെഡ്യൂളാക്കിയപ്പോൾ ഇവിടെ ആദ്യം ഷെഡ്യൂൾ മലമ്പമ്പ് 1 ആയിരുന്നു. ഷെഡ്യൂൾ പിടിക്കുകയോ കൈവശം വയ്ക്കുകയോ ജാമ്യമില്ലാത്ത കേസ്. ഇപ്പോൾ നമ്മുടെ ചേര, മൂർക്കൻ അവരൊക്കെ ഇപ്പോൾ പുതിയൊരു ഓർഡറിൽ ഷെഡ്യൂളാക്കി. അപ്പോൾ പാമ്പ് ഒരിക്കലും മാറിയൊന്നും പോയില്ല. അതായത് ഡോക്ടർ പറഞ്ഞമാരെ വൃത്തിമെടുപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ക്ലീനിങ്. വീടിൻ്റെ ഉള്ളിൽ കാണുന്ന മാളങ്ങളൊക്കെ നമ്മൾ സിമെൻറ്റ് ചെയ്ത് പൊത്തുകളടയ്ക്കുകയാണ്. പിന്നെ രാത്രി പിന്നെ പട്ടി പൂച്ചയ്ക്ക് ഉണ്ടാവണമെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ തരും. പക്ഷേ ചില പട്ടികൾ പാമ്പിനെ കൊല്ലും, പാമ്പ് ചിലപ്പോൾ പട്ടീനെയും കൊല്ലും. അതായത് അപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ട്. ഞാൻ ഡോക്ടറെ അടുത്തുള്ള പല സഹായം തേടിയിട്ടുണ്ട്. അതായത് ഒരു പട്ടീനെ അണിലോ മുറുക്കനോ കടിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻറ്റിവനം കയറ്റണമെങ്കിൽ നമ്മൾ ഈ ആൻറ്റിവനുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ ലെറ്ററായിട്ട് പോകണം. ടൈം എത്ര എടുക്കണം? പിന്നെ പട്ടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടെൻഷനില്ലല്ലോ. മനുഷ്യനാകുമ്പോൾ ടെൻഷൻ അപ്പന്നെ കയറി നമ്മൾ ഇതാവണം. പട്ടിക്ക് 2-3 മണിക്കൂർ സമയം കിട്ടും. പട്ടിക്ക് ഇതിപ്പോൾ മുറുകനെ കടിച്ചതെന്ന് അറിയില്ലല്ലോ. പിന്നെ ഈ ആൻറ്റിവനം കിട്ടാനുള്ള ഇപ്പോൾ ഡോക്ടറുടെ ആൻറ്റിവനം ഉണ്ടപ്പോൾ ഉണ്ടാ ഹോസ്പിറ്റൽ. അത് വരും. അന്നെൻ്റെ കാലത്തേക്കും ജൂബിലിയിൽ പോയി ലെറ്റർ കൊടുത്ത് ആൻറ്റിവനം കാശ് കൊടുത്ത് പഠിക്കണം. നൂലാമാലകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ലളിതമാക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ചികിത്സാ രീതിയുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ചികിത്സിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആളുകൾ മരിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അനുഭവങ്ങളാണ്. കാരണം നല്ല വിഷമായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ആളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേറൊരു പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചികിത്സ എത്രയും വേഗം കൊടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനുള്ള ആവാസ വ്യവസ്ഥ നേരത്തെ പറഞ്ഞില്ലേ, പാമ്പിനറിയില്ലല്ലോ നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കി ഇടുക എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ ഹോളുകളും അടയ്ക്കാൻ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണം. പാമ്പ് നമ്മളെ തേടി വരുന്നതല്ല, പാമ്പ് അതിൻ്റെ ഭക്ഷണം തേടി വരുന്നത്. അതിനോടൊപ്പം പിന്നെ ആ ചുറ്റുപാടിലുള്ള ഇപ്പം അതിന് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഡെയിലി ഉണ്ടാവും, അല്ലെങ്കിൽ കിളികളുണ്ടാവും, അല്ലെങ്കിൽ കോഴി ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ബാല്യം, കോഴിയുടെ മുട്ട, ഇതാണ് പറഞ്ഞത്. ലവ് ബേർഡ്സ് ഒക്കെയാണെങ്കിൽ അതൊക്കെ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അവിടേക്ക് അറ്റാക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് നമ്മൾ പ്രിക്കോഷൻസ് ആണ് എപ്പോഴും നല്ലത്. ഇത് വന്യമൃഗമാണ് എന്നുള്ള വന്യജീവിയാണല്ലോ, വന്യജീവി നിയമത്തിൽ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടൊഴുകി തല്ലിക്കൊല്ലല്ലോ, അതിനെ പിടിച്ച് അവർ കൊണ്ടുപോകാൻ അവരിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ്, അവർ കൊണ്ടുപോട്ടെ. പക്ഷേ നമ്മൾ ജീവിക്കുന്ന പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ വീട് അടച്ചുപോയി കുറേ ദിവസങ്ങളായിട്ട് അവിടെ താമസമൊന്നുമില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓടി വന്ന് പെട്ടെന്നെല്ലാം ഓരോന്നും പരിശോധിച്ചിട്ട് വേണം പിന്നെ വീടിനകത്തേക്ക് കയറാൻ. അല്ലാതെ പെട്ടെന്ന് ഓടി ഞാൻ താമസിച്ച വീടാണ്, ഒരാഴ്ച ഞാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ എന്തൊക്കെ വന്നു പോയി നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വീട്ടിലൊരു എന്താ പറയുക, ഒരു നല്ല നാടൻ നായ അല്ലെങ്കിൽ എന്താ പറയുക ഡാഷൻഡ് പോലത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ
നായ നമ്മളെ ആദ്യം നായ അറ്റാക്ക് ചെയ്യും. നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് നായയുടെ ഒരു വലിയൊരു ചുമതലയാണ്. അതിന് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവന് കണ്ടില്ലെങ്കിലും മണം പിടിച്ചിട്ട് അറിയാൻ പറ്റും ഇന്ന സ്ഥലത്ത് പാമ്പുണ്ടെന്നുള്ളത്. അതവ അവിടെ കറങ്ങി നടക്കും, അങ്ങനെ പിടിച്ചു വലിക്കും. അവൻ ഈ പേടിക്കില്ല, കാരണം അവനെ സംബന്ധിച്ചിട്ട് അതിനെ കൊല്ലുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം, നമ്മളെ രക്ഷിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ നല്ല നാടനായൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സഹായം ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നായ അറിയിക്കും, പാമ്പ് റോട്ടിയോടെ പോകണമെങ്കിൽ നമ്മൾക്ക് ഒരു ഹോളിംഗ് സൗണ്ട് ആ നായ തരും. ഒരു പാമ്പ് അവിടെ പോകണം. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ റോട്ടിയോടെ പാമ്പ് ക്രോസ് ചെയ്ത് പോകണ്ടാവും. ഇവ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അകത്ത് നമ്മുടെ പ്രിമൈസസിൽ വന്നാൽ മാത്രമാണ് അറ്റാക്ക് ചെയ്യുള്ളൂ. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാറുമുണ്ട്. ഇപ്പം എൻ്റെ നായ പിടിച്ച് കൊന്നിട്ടുണ്ട്, ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ട്. പിന്നെ ഒരു നായ പിന്നെ പിടിച്ചു, വാലിൽ പിടിച്ചു, പിന്നെ വിട്ടു, ഉള്ളിൽ പോയി. അപ്പം നമ്മൾ ഇതിലെ സർപ്പേന്ന് വന്ന ഒരു പയ്യൻ വന്നിട്ട് അതിനെ പിടിച്ചു കൊണ്ടുപോയി. ഈ സർപ്പ ആപ്പിൽ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആളുകൾ പണം കൊടുക്കേണ്ടതുണ്ടോ? വേണ്ട, പണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാണ്. കാരണം ഗവൺമെൻറ് ജനങ്ങളിലേക്ക് അതിൻ്റെയൊക്കെ ഇത് ചെയ്യുന്നത് എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം അവർക്ക് ഇത്ര എണ്ണത്തിന് പിടിച്ചു കൊടുത്താൽ അവർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. ഈ മഴക്കാലമായി പാമ്പുകളുടെ ശല്യം കൂടുതലുണ്ടാകുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ അതിൻ്റെ പിന്നാലെ പോകും. വെളുത്തുള്ളി ചതയ്ക്കുക, മണ്ണെണ്ണ കലർത്തുക, സ്പ്രേ ആക്കി ഇത്ര ശതമാനം ആക്കി തെളിക്കുക, ഇതിലൊക്കെ എന്താണ് അത്? ഈ പാമ്പ് വരാതിരിക്കാൻ എന്തെങ്കിലും? അതൊരു ഇറിറ്റൻ്റ് ആണല്ലോ. മണ്ണെണ്ണയായാലും വെളുത്തുള്ളി ആയാലും പാൽക്കായ ആയാലും ഒക്കെ ഒരു ഇറിറ്റേഷൻ. അതാ പരിസരത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരത്തെ സേവർ പറഞ്ഞ മാതിരി അതിൻ്റെ നാക്കുകൊണ്ട് മണം പിടിച്ചു വരുമ്പോൾ ഇതൊക്കെ അതിന് പാമ്പുകൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അവർ പരമാവധി ആ പരിസരത്തേക്ക് കടന്നു വരാൻ നോക്കും. അത് പക്ഷേ അധികം നേരം നിൽക്കില്ല. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പോവും. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പാമ്പ് വരാതിരിക്കില്ല. അതുപോലെ പ്രചരിക്കുന്ന ഒരു സാധനം, എന്തൊരു ഗുളിക, അത് കിഴിയിൽ കെട്ടിയെടുക്കുക, അങ്ങനെ നമ്മളിപ്പോൾ പാറ്റ ഗുളിക ഇടാറില്ലേ? പണ്ട് കാലത്ത് പാറ്റ ഗുളിക ഇടും. അതിൻ്റെ സ്മെല്ല് ഒരു ഇറിറ്റേഷനാണ്. അതുപോലെ പാമ്പിന് തന്നെ മെഡിസിൻസ് ഉണ്ട് പാമ്പ് വരാതിരിക്കാനായിട്ട്. അതിൻ്റെ മെഡിസിൻസ് നമ്മൾ ആ ചുറ്റുവട്ടിട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അങ്ങനെയല്ലല്ലോ. ഒരു മഴ പെയ്താൽ ഇതെല്ലാം മണ്ണിനോട് ലയിച്ചങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എപ്പോഴും ശാശ്വതമല്ല. വൃത്തിയായി അടുക്കുക. നമുക്കറിയാം, ചുറ്റുപാടിൽ കണ്ടാലറിയാം പാമ്പ് വരാതിരിക്കാനുള്ള പ്രൊവിഷൻസ് ഒരുപാടുണ്ടല്ലോ. പിന്നെ പക്ഷികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കരുതൽ, അല്ലെങ്കിൽ കോഴിയെ വയ്ക്കുമ്പോൾ പറഞ്ഞില്ല, കൂടുകളൊക്കെ ഭദ്രമായിട്ടുള്ള കൂടുകളാണെങ്കിൽ ഒരുപാട് കരുതലുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞാലാണ് ഇത് തേടി വരുന്നത്. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തേടിയിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റി, അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ എടുക്കാൻ വരും. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖകളുണ്ട്. നമ്മൾ ഒരു കൂട് പണിത കൂട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുകൾ ഒരു സൈഡിൽ മാത്രം പണിതിട്ട് കാര്യമില്ല, 3 സൈഡും പിന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം മലമ്പാമ്പൊക്കെ കോഴീനൊക്കെ പിടിക്കുന്നത് സേവനം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത്. അത് ഓട് പൊളിച്ചിട്ട് കളക്കുന്നത്, അത് കഴിച്ച് പിന്നെ പുറത്ത് വരാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴീനെ വിഴുങ്ങി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ അതിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ വീടുകളോട് ചേർന്ന് ഒഴിഞ്ഞ പറമ്പുകളുണ്ടാവും, കാട് പിടിച്ച് കിടക്കുന്ന പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥയായിട്ടൊക്കെ. അപ്പോൾ ആളുകൾക്ക് പരാതി ഉണ്ടാവും. ഇപ്പോൾ സമീപ വീട്ടിലെ മരം വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ശല്യമാവുന്നു പരാതിപ്പെടുന്ന പോലെ. അങ്ങനെയുള്ള ഇങ്ങനെ പാമ്പിന് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചില സ്ഥലങ്ങൾ കിട്ടും, അതിൽ പരാതിപ്പെട്ട് നിരവധി പേർ പറയാറുണ്ട്. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള അവസരം അവർക്ക് കൊടുക്കണം. ഭൂമി എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതാണല്ലോ. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാതെ നോക്കുക എന്നല്ലാതെ അപ്പുറത്തെ പറമ്പിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഭക്ഷണം, അത് ജീവിക്കണ്ടേ? എവിടെ ജീവിക്കും? ഇപ്പോൾ നമ്മൾ കാട്ടി കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ജീവിക്കില്ല. കാരണം ഈ ഭക്ഷണമുള്ളിടത്തല്ലേ ഏതും മനുഷ്യനായാലും മൃഗമായാലും ജീവിച്ചിരിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടണം. ഭക്ഷണം കാട്ടിൽ കിട്ടില്ല. ഈ പറഞ്ഞ പാമ്പുകളെ അവിടെ കൊണ്ടിട്ട് അവർക്ക് എലിയോ ഇതൊന്നും അധികം കിട്ടില്ല. ഇവിടെ ആകുമ്പോൾ പ്രൊവിഷൻ ഉണ്ട്, എലികളുടെ നമുക്ക് ഭക്ഷണം ഉണ്ടല്ലോ. മനുഷ്യൻ ജീവിക്കുന്നിടത്താണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ആ പറമ്പിൽ ഉണ്ടാവും. അത് നമുക്കറിയാം അതിലുണ്ടെന്ന്. നമ്മൾ അവിടേക്ക് പോയി അറ്റാക്ക് ചെയ്യരുത്. നമ്മുടെ അടിക്ക് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാമെന്ന് മാത്രമല്ലോ. അത് വിചാരിച്ചിട്ട് ആ പറമ്പ് മൊത്തം വെട്ടി വെളുപ്പാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട് പണിയാനൊക്കെയായിട്ട് അവർ വെട്ടിയെടുക്കുമ്പോൾ ആ പാമ്പുകൾ കുറേ കിട്ടും, കുറേ കൊന്നുകളയാറുണ്ട്. അത്രയേ ഉള്ളൂ. അത് പക്ഷേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാറില്ല പരമാവധി. അവിടുത്തെ എണ്ണം നോക്കുമ്പോൾ 10-20 പാമ്പൊക്കെ കിട്ടും കാട്ടിൽ. അത് പക്ഷേ നമ്മൾ ആ 20 പാമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, റോഡിന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോൾ നമ്മുടെ നായ കുരയ്ക്കും. അപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നത് അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ പുറകിലോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിൽ അത് പല കുട്ടികളൊക്കെ അങ്ങോട്ട് കളിക്കാൻ പോകുമ്പോൾ പറയാം, ശ്രദ്ധിക്കണം, പാമ്പുള്ളതാണ്, അപ്പോൾ അവിടെ പോകരുത്.
അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കാട് വൃത്തിയാക്കിയാൽ മാത്രമേ ഞാനിവിടെ ജീവിക്കുള്ളൂ എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഈ പാമ്പിനെ അകറ്റി നിർത്താനായിട്ട് കുറേ മാർഗ്ഗങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. വെളുത്തുള്ളിയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പല മാർഗ്ഗങ്ങൾ താങ്കളുടെ? അതായത് എൻ്റെ അനുഭവം വെച്ച് വേണമെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മണ്ണെണ്ണ, ഡീസല്, വെളുത്തുള്ളിക്കും തെളിയിക്കാം. പക്ഷെ ഇപ്പോൾ BF-കാർ, പട്ടാളക്കാർ ചെയ്യണ പണിയെന്ന് വെച്ചാൽ അവർ കാട്ടിൽ ടെൻ്റ് അടിക്കുമ്പോൾ വെടിക്കെട്ടിൻ്റെ ഗന്ധകം, സൾഫറുണ്ട്, ഒരു മഞ്ഞ പൗഡറാണ്. അത് വെള്ളത്തിൽ ലയിക്കില്ല, വെറുതെ നമ്മൾ മേടിച്ചിട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തെളിച്ച് അത് ലയിപ്പിച്ച് ബക്കറ്റിൽ കലക്കി ബൗണ്ടറിയിൽ ഒഴിച്ചു കൊടുത്ത 2-3 ദിവസം കിടക്കും. പക്ഷെ നമ്മുടെ മഴ സീസൺ പറ്റില്ല. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിനിങ്ങനെ സെൻസ് എടുത്ത് വരുമ്പോൾ പുള്ളിൽ കിട്ടാൻ അവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവും. അങ്ങനെ ചെയ്യണം. പക്ഷെ ഇതൊക്കെയും ഒരു ശാശ്വത പരിഹാരമല്ല. അതായത് പാമ്പ് ഉള്ളിടത്തോണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയ, ഒരു 10-20 വീട്, ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് കാട് പിടിച്ച് കിടക്കണം, അതിൽ പാമ്പുണ്ടാവും, അത് ഉറപ്പാണ്. അത് വെട്ടി തളിക്കുമ്പോൾ പാമ്പ് 4 ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും. ഇപ്പം ഞാൻ ഈ അടുത്തൊരു ക്യാച്ച് നമ്മുടെ ഇവിടെ തൃശ്ശൂർ ചെമ്പുക്കാവിൽ ചെയ്തതെന്ന് വെച്ചാൽ അവർ വീട്ടിൽ കമ്പിളി ലോൺ പുല്ലുകൾ വെക്കില്ലേ, ഇതിൽ അണലി പ്രസവിച്ചിട്ട് അണലിക്കുള്ള പ്രത്യേകത ചെറിയ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബുഷും ഇങ്ങനെ വെറുതെ ഞണ്ടി കിടക്കും, ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് കിടക്കും. അങ്ങനെ കണ്ടിട്ട് അതിന് 2-3 കിട്ടിയ പിന്നെ കിട്ടിയില്ല. പിന്നെ അവർ ആ ബുഷ്, അതായത് അതൊക്കെ അതിൻ്റേതായ ടൈമിൽ കട്ട് ചെയ്ത് നിർത്തി നോക്കിയാൽ ഒരു പാമ്പും വരില്ല. നമുക്കറിയാൻ പറ്റും. ഈ മുട്ടയിട്ട് വിരിയുന്നതുകൊണ്ട് അണലി പ്രസവിക്കുക, അതായത് മുട്ടേൻ്റെ ഉദരത്തിൽ എൻ്റെ മുട്ട വിരിഞ്ഞ പുറത്തേക്ക് പോണത് പ്രസവം. അത് ഒറ്റ പ്രസവത്തിൽ എത്ര? 60-55 കുട്ടികളുണ്ടാവും. കോബ്രയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ 35-45 ആ റേഞ്ചിലുണ്ടാവും. എല്ലാം മുട്ടി എല്ലാം വിരിയും, പകുതി നശിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ വല്ല കോഴിയോ താറാവോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ, പിന്നെ കുറേ നമ്മൾ വണ്ടി കയറി ചാവുന്നത് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പം എല്ലാം വിരിഞ്ഞ് എല്ലാം ഇതായിരുന്നു. പിന്നെ അതേമാതിരി മലമ്പാമ്പൊക്കെയും പണ്ട് കാട്ടിൽ കണ്ടിരുന്നുള്ളൂ എന്ന് പറയുന്നു സാറുമാർ. ഇപ്പം മലമ്പാമ്പൊക്കെ നമ്മുടെ പാടത്തെ ബ്രീഡിങ്, അത് കടിക്കും ചെയ്യും, നല്ല കടി. മലമ്പാമ്പിന് 3 ലെയർ പല്ലാണ്. അതായത് മുകളിൽ അണ്ണാക്കിലെ പല്ല്, ഇവിടെ പല്ല്, അതേമാതിരി അടിയിൽ. നല്ലൊരു ബൈറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൈ വലിക്കുകയും ചെയ്യും. അപ്പോൾ മസിൽ കയറും. ഞങ്ങളുടെ കുറേ ഡ്രൈവർമാർക്ക് പാമ്പിനെ രാത്രി പോയി പിടിക്കാൻ. അത് മാരകമാണോ? അത് അപകടമല്ല, പക്ഷേ സ്കിന്ന് അല്ലെങ്കിൽ വെയിൻ കട്ടും ചില കേസിൽ, കടി വേറെ ഭാഗങ്ങൾ. അങ്ങനെ എൻ്റെ ഒരു ഡ്രൈവറിന് അങ്ങനെ ഇപ്പോഴല്ല, പണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ നാട്ടുനടപ്പിലുള്ള തന്നെ. പിന്നെ നമുക്കിവിടെ എൻ്റെ അറിവിലൊരു 3 കാര്യം, കുറേ പാമ്പുകളുണ്ടായാലും കൂടുതൽ നോൺ വെനമസ് ആണ്, വിഷമില്ലാത്ത പാമ്പുകളാണ്. പക്ഷെ ജനങ്ങളെ നമ്മളിപ്പോൾ, ഞാൻ ഇവിടെ എപ്പോഴും ക്ലാസ് എടുക്കുന്ന ആളാണ് പീച്ചിൽ, ക്യാമ്പിന് വരാം. പിള്ളേർക്ക് പാമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ക്യാമ്പിന് രാത്രി ആർക്കും ഉറക്കില്ല, പേടി. എന്തിനാ പറഞ്ഞാൽ അതൊന്നും നമ്മൾ ഓർഡറായി വരണം. പാമ്പിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പാമ്പിൻ്റെ പഠനം ഓഫിയോളജിയാണ് പാമ്പിൻ്റെ പഠനം. പക്ഷേ നമ്മുടെ പിള്ളേർ, അപ്പം ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾ ഓരോ പാമ്പിൻ്റെ നമ്മുടെ ഇന്ത്യൻ സ്നേക്ക് എടുക്കുക, അല്ലാണ്ട് ആഫ്രിക്കത്തെ സ്നേക്കിനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് മൊബൈൽ നോക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കും തൊട്ടാ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് കൊടുക്കാനേ നേരമുള്ളൂ മൊബൈൽ നോക്കിയിട്ട്. ഇടയ്ക്ക് 2 പാമ്പിൻ്റെ പടം എടുത്ത് പഠിച്ചാൽ പേടി മാറും. അറപ്പ്, പെണ്ണുങ്ങളെ സംബന്ധിച്ച് പാമ്പിനെ കാണുമ്പോൾ പേടിയും അറപ്പും. അറക്കേണ്ട കാര്യമില്ല, നമ്മുടെ സ്കിന്നിന് അവർ, നമുക്ക് 3 ലെയർ സ്കിന്നല്ല ഡോക്ടർ, അതേമാരെ അവർക്കും ഉണ്ട്, അതിലെ ഓരോ ലെയർ സ്കിന്നുകളുണ്ട്. പക്ഷെ കാണുമ്പോൾ ഒരറപ്പ്. ഈ ചേര, കൂടുതലായും ചേരയാണല്ലോ നമ്മളിവിടെ കാണുക. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് ചില പൊതുജനത്തിന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞതില്ല ഇത് വിഷമുള്ളതാണോ അല്ലയോ എന്നൊന്നും. ചേര കടിച്ചാൽ? ചേര എന്ന് പറയുന്നത് നമ്മുടെ കർഷകൻ്റെ ബന്ധുവാണ് ശരിക്കും. ചേരപ്പാമ്പ് ഒരു വീട്ടിലുണ്ടായിരിക്കണം എന്നാണ് പണ്ട് കാലത്തൊക്കെ പറയുക. 1-2 ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ ആ കൃഷി ചിലപ്പോൾ ഒരു മരച്ചീനി അല്ലെങ്കിൽ കൊള്ളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ ആ കൊള്ളിയൊക്കെ കൃത്യമായിട്ട് അവർ കിട്ടുന്നുണ്ട് അവർ പറയുക. അപ്പോൾ അതൊരു കർഷകൻ്റെ ബന്ധുവാണ്. അത് അങ്ങനെ ആരെയും അങ്ങനെ പെട്ടെന്നൊന്നും കടിക്കൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചത് കടിച്ചാൽ വിഷമില്ല. ചേരപ്പാമ്പ് ധാരാളം കണ്ടു കഴിഞ്ഞാൽ മൂർഖൻ്റെ മാതിരി തോന്നുന്ന ആളുകൾക്ക് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ അലർജിയുടെ മരുന്നുകളും അത് ആ മുറിവിനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റിലൊക്കെ അത് മാറിപ്പോകാറുണ്ട്. ഈ അലർജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ശരിക്ക് വിഷമുള്ള പാമ്പ് കടിച്ച് മരുന്ന് ചെയ്യുകയാണെങ്കിലും അതിനും അലർജി ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ തിരിച്ചറിയാം? അല്ലാതെ അത് വെച്ച് കഴിഞ്ഞാൽ വിഷം ശരീരത്തിൽ വരുമ്പോൾ ഇപ്പോൾ വിഷമുള്ള പാമ്പ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ സിംറ്റംസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തലകറക്കം അല്ലെങ്കിൽ ബ്ലഡ് ശരീരത്തിൽ നിന്ന് വരും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചേരയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗമൊന്നും നീർക്കെട്ട്, ഒരു സൂചി കുത്തിയാൽ ചുറ്റുവട്ടത്ത് വീർക്കുന്ന മാതിരി നീർക്കെട്ടുണ്ടാവും, ചെറിയൊരു കടിയുണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനും ഇത് തന്നെയാണല്ലോ. അതിന് ഭക്ഷണം കിട്ടാനായിട്ട് അതിങ്ങനെ ഒരു ചെറിയൊരു ഇത്, പക്ഷെ അത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷമൊന്നും അതിൽ നിന്ന് വരില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി പോയ്സണസ് ആണ് ശരിക്കും. അത് ആ പ്രോട്ടീനിൻ്റെ അളവ്
ഇത്ര മില്ലിഗ്രാം ഇത്ര പെർ kg ബോഡി വെയ്റ്റിൽ ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുള്ള മരുന്നുകളാണ് ഈ പറഞ്ഞ പ്രോട്ടീനാണ് ഈ വിഷം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് ശരീരത്തിൽ എത്ര വന്നു എന്ന അളവനുസരിച്ചാണ്. ഇപ്പം നമ്മൾ മയങ്ങാനായിട്ട് മയക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുണ്ടല്ലോ, അത് മില്ലിഗ്രാം ബേസ് ഇത്രയുള്ള തൂക്കത്തിനനുസരിച്ചിട്ടാണ് അത് ശരീരത്തിൽ നമുക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിഷം ചിലപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ആൾ രക്ഷപ്പെടാം. പക്ഷേ അതിൽ പ്രാഥമിക ചികിത്സ നമ്മൾ കൊടുക്കുക, നന്നായി അവിടെ വാഷ് ചെയ്യുക, എത്രയും വേഗം. പിന്നെ നമ്മൾ അതിൽ ആൾക്കൊരു പ്രഷറൊന്നും കൊടുക്കാതിരിക്കുക, എത്രയും വേഗം ആളോട് റിലാക്സ് ചെയ്തിട്ട് ആശുപത്രി എത്തിക്കുക. ആള് പാനിക്കാവരുത്. ഇപ്പോൾ യൂഫോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാമ്പിനോട് പേടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഫോബിയ, പെട്ടെന്ന് ടെൻഷൻ കയറും, ആൾ മരിക്കുമെന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് സർക്കുലേഷൻ കൂട്ടും. പിന്നെ വെള്ളം കൊടുക്കരുത്. നമ്മൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിക്കരുത്. എല്ലാവരും പെട്ടെന്ന് ആ ടെൻഷൻ മാറാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ പറയും. വെള്ളം കൊടുക്കുമ്പോൾ ആമാശയത്തിൽ വെള്ളം ചെല്ലുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് അത് ജനറേറ്റ് ചെയ്യും വെള്ളം. അപ്പോൾ ആ മെറ്റബോളിക് ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കുലേഷൻ സാധ്യത കൂടും. പരമാവധി ആളെ സോപ്പൊക്കെ കഴുകി ഹാർട്ടിൻ്റെ ലെവലിൽ, കാരണം ഇതിൽ ഇമ്മൊബിലൈസേഷനാണ് ഒരു കാര്യം. കാരണം മൂവ്മെൻറ്റ് കുറയ്ക്കുക. ഇപ്പോൾ കാലുമിലോ കയ്യിലോ കഴുകിയിട്ട് നമ്മൾ ആ കൈ പിന്നെ മൂവ് ചെയ്യാതെ, നമ്മളിപ്പോൾ കൈ ഒടിഞ്ഞ് എല്ലൊടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മൊബിലൈസ് കെട്ടില് ഒരു കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മസിലുള്ളതല്ലേ. അപ്പോൾ കെട്ടിയതുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞ മാതിരി ലൂസ് കെട്ടിടുന്നത് ഒരു സമാധാനത്തിന് ഇടാം. പക്ഷെ കെട്ടിലുപരി മസിലിൽ മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് എത്ര കെട്ടിയാലും കെട്ടുകൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ഇത് ഒന്ന് സപ്ലൈ ബ്ലഡിൻ്റെ സപ്ലൈ ഇങ്ങോട്ട് വരാണ്ടാകുമ്പോൾ പ്രഷർ വരും. അപ്പോൾ വീണ്ടും ഇത് വീർക്കാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ എന്താ പറയുക അബ്സോർപ്ഷൻ്റെ പവർ കൂടുക ചെയ്യുക. ചില സംഭവങ്ങളിൽ എന്താ പറയും. പിന്നെ നമ്മുടെ നോൺ വെനമസിലെ എല്ലാ പാമ്പിനും ചെറിയൊരു നോർമൽ പോയ്സൺ, അതായത് അവരുടെ ടോക്സിക് സലൈവ പോയ്സണാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ വൈൻ സ്നേക്ക്, പച്ചല പാമ്പ് ഓന്തിനെയും പിടിച്ച് എന്ത് ചെയ്യും? ഓന്തിനെ പിടിച്ചിങ്ങനെ പിടിച്ചിരിക്കും. കുറച്ചാകുമ്പോൾ ഓന്ത് ഓട്ടോമാറ്റിക് ചത്തു പോകും. പിന്നെ അവർ ഉമ്മനീര് സഹായം കൊണ്ട് അകത്താക്കും. അതേപോലെ നമ്മുടെ വാട്ടർ സ്നേക്ക്, നീർക്കോലി, ഇതൊക്കെയും. പക്ഷെ അത് നമ്മളെ മനുഷ്യരെ കടിച്ചാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷേ നമ്മളിൽ ചില മനുഷ്യർക്ക് ബ്ലഡ് സംബന്ധം അല്ലെങ്കിൽ സ്കിന്നിന് സംബന്ധിച്ചോ വല്ല ഇൻഫെക്ഷനോ വല്ല ചൊറിച്ചിലോ വല്ല തടിപ്പോ വരാം. അപ്പോൾ ഇട്ടിട്ട് അല്ല, മറ്റേ മൂർക്കൻ്റെ ഇതല്ല പറഞ്ഞു, അതായത് ചെറിയ തോതിൽ ഉമ്മനീര് പോയ്സണുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഞാൻ ചോദിച്ചു വന്നത്, ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ പാമ്പ് കടിച്ച പാമ്പിനെ തിരിച്ചു കടിക്കുക, അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരുന്നു. കുറെ അന്ധവിശ്വാസം ഉണ്ട്. അത് കടിച്ച പാമ്പിനെ തിരിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ കടിച്ച് രണ്ടാമതും കടി കിട്ടി പെട്ടെന്ന് അതൊക്കെയും കുറെ അന്ധവിശ്വാസം. പിന്നെ പാമ്പുകൾ, അതായത് പിന്നെ ജനങ്ങളുടെ ഒരു ഇതുണ്ട്, പാമ്പുകളെ ഇണച്ചേര, അതായത് ചേരി മൂർക്കനാന്ന് പറയും. അങ്ങനെയല്ല, വർഗം മാത്രമാണ് ചേരുള്ളൂ. അതായത് ചേരയ്ക്ക് ചേര, മൂർക്കന് മൂർക്കൻ, അങ്ങനെയുള്ള ഇതിന്. പക്ഷേ ഇവർക്ക് ഒരു ഇണചേരുമ്പോൾ പാമ്പിനുള്ള പ്രത്യേകത, ഒരു ഫീമെയിലിന്, പെൺപാമ്പിന് 2-3 ആൺപാമ്പുകൾ വരും, അവിടെ കടിപിടി കൂടും. അതായത് പെൺപാമ്പിന് പീരീഡ് നേരത്തെ അവരുടെ സെക്സ് ഹോർമോൺസിന് വരുന്നൊരു ഒരു ഡ്രോപ്സ് ഉണ്ട്, മരുന്നല്ല, ഒരു ഗ്രന്ഥം, അത് പ്രത്യേക സ്മെല്ലുള്ള. അപ്പോൾ അതാത് വെറൈറ്റി ആണുങ്ങൾ മണത്ത് ഈ പാമ്പിനെ ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ആണുങ്ങൾ തമ്മിൽ ഫൈറ്റും, അതിൽ ചിലത് ചത്തുപോവും, ചിലത് മാറിപ്പോവും. അപ്പോൾ മെയിലും ഫീമെയിലായിട്ട് ചേരും. ചേരയ്ക്ക് എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയിലെ 2 സീസണാണ്. വെനമസിന് ഒരു സീസണുള്ളൂ, പക്ഷെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ 2 സീസൺ പറയും. ഈ തലമുതിർന്നവർ കാരണവന്മാരൊക്കെ പറയുന്നതൊക്കെ, ചില വൈകുന്നേരങ്ങളിൽ ചിലയിടങ്ങളിലുള്ള ഗന്ധം അത് പാമ്പിൻ്റെ മാളങ്ങളിൽ നിന്നുള്ള ഗന്ധമാണെന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അല്ല, ഒരു സ്മെല്ല് ഉണ്ടാവും. ഇതിനൊക്കെ ഒരു അതിൻ്റെ എഗ്ഗ് വിരിയുമ്പോൾ, ഇപ്പോൾ മുട്ടയിട്ട് ഇത് എന്ന് പറയുമ്പോൾ അതിൻ്റെ എഗ്ഗ് വിരിയുമ്പോൾ ഒരു സ്മെല്ല് അതിൽ നിന്ന് വരാറുണ്ട്. അതാണ് അന്ന് കാലത്ത് ചെന്ന് നോക്കുമ്പോൾ അറിയാം അവിടെ മുട്ടയിട്ടുണ്ടാവും. മുട്ടയിടുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്നൊരു അത് അടയിരിക്കാവുന്നതാണ്. അങ്ങനെയാണ് ആ മണത്തിനെ കുറിച്ച് പറയുന്നത്. പാമ്പൻ മുട്ടയിട്ടിൻ്റെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യും. അത് പണ്ടത്തെ ആളുകൾ അത് തെളിവ് സഹിതം പറയുന്നത് കൊണ്ടാണ് നമ്മളത് വിശ്വസിച്ചിട്ടുള്ളത്. അത് ഉണ്ടാവാം, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാമ്പ് കടി ഏൽക്കുമ്പോൾ ഇപ്പോഴും ആശുപത്രിയിൽ പോകാതെ പാരമ്പര്യ വിഷചികിത്സകരുടെ അടുത്ത് പോകുന്ന രീതി പലയിടത്തും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 80% പാമ്പ് കടിക്കും കൃത്യമായിട്ടുള്ള പോയിസൺ ശരീരത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പരമ്പരാഗത ശൈലിയിൽ ചെന്ന് അവിടെ ഇട്ടിട്ട് നീർക്കിട്ട് ഇട്ട്. പക്ഷേ ശരിക്കും പാമ്പ് ഒരു കടിച്ചു കഴിഞ്ഞാൽ അതിന് പരമ്പരാഗത ശൈലി കൊണ്ട് മാത്രം പറ്റില്ല.
ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മോഡേൺ ടെക്നോളജി തന്നെയാണ്. കാരണം ആൻറ്റിവെനം തന്നെയാണ് അതിന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് ഒഴിവാകരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ പരമ്പരാഗതമായിട്ട് നമ്മുടെ വിഷം ഇറക്കാനായിട്ടുള്ള മരുന്നുകളൊക്കെ അതൊക്കെ കഴിക്കാം, വിരോധമില്ല. ഇപ്പോൾ നമ്മുടെ ആയുർവേദത്തിനെ നമ്മൾ ആ രീതിയിൽ കാണാം. പക്ഷെ സഡനായിട്ട് നല്ലൊരു കടി കിട്ടിയ പാമ്പിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വിഷവൈദ്യം തന്നെ പറയും ആശുപത്രിയിൽ കൊണ്ടുപോകും. അപ്പോൾ ആ ഗോൾഡൻ അവർ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ആശുപത്രി പോവുക. അത് കഴിഞ്ഞ് ഇപ്പോൾ സേവിയറിനെ പാമ്പ് കടിച്ചപ്പോൾ 1 hour മോർണിംഗിൽ പോയി ഈവനിങ്ങിൽ തന്നെ പറഞ്ഞു വിട്ടു. കാരണം പരിചയമുള്ള കാരണം. മറ്റേതെന്ന് വെച്ചാൽ 24 hours ഒരു വാച്ചിങ്ങിന് ഇടും. കാരണം വെച്ചാൽ റിസ്ക് ഉള്ള ഒഴിവാക്കാൻ വേണ്ടി 24 മണിക്കൂർ. അപ്പോൾ അത് ഉറപ്പാണ് ആൻറ്റിവെനം ചെയ്താൽ പെർഫെക്റ്റായി. വെനം വന്നു, ആൻറ്റിവെനം ചെയ്യണു, ആൾ പെർഫെക്റ്റ് ആവുന്നു. ഇതാണ് ചികിത്സ. പക്ഷേ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ അവർ മരുന്നരച്ച് വയ്ക്കും, കെട്ടും, നമ്മൾ 24 hours ഉറങ്ങാതിരിക്കാൻ പറയും, കുറേ പഥ്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിലേക്ക് പോകുന്നതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് പ്രാഥമിക ചികിത്സ ഒരു മോഡേൺ മെഡിസിൻ തന്നെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഡെത്ത് റേറ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പരമ്പരാഗത ചികിത്സയിലേക്ക് പോകുന്നത് തെറ്റില്ല. അല്ലാതെ ചെയ്താൽ നമുക്കറിയില്ലല്ലോ എത്ര വിഷം അകത്ത് കയറി എന്നുള്ളത്. ഈ പാമ്പ് കടിയേറ്റുള്ള മരണത്തിന് നഷ്ടപരിഹാര തുക കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. 4 ലക്ഷമോ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വൈൽഡ് ലൈഫിലെ അറ്റാക്ക് കാരണം കൊണ്ട് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൽ അങ്ങനെ ഇത്രയും ഡെത്തിന് ഇപ്പോൾ ആന കൊന്നു കഴിഞ്ഞാൽ, ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ 10 ലക്ഷം കൊടുക്കുന്ന മാതിരി പാമ്പിന് 4 ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ കേന്ദ്ര വിഹിതമായിട്ട് സ്റ്റേറ്റ് വിഹിതമായിട്ട് വരുമെന്ന് അറിയില്ല. അതൊക്കെ ഇനി ഫൈനലായിട്ട് വരാൻ പോകുന്നുള്ളൂ. പക്ഷേ കാശ് കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഏറ്റവും ചുരുക്കി പ്രേക്ഷകരോട് ഈ പാമ്പ് കടിയെ ഒഴിവാക്കാനും ജാഗ്രതയ്ക്കും എന്താണ് പറയാനുള്ളത്? അതായത് ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പാമ്പ് വരാതിരിക്കാൻ നമ്മൾ അതായത് വീട് പരിസരം വളരെ ക്ലീനിങ്ങും. അതായത് രാത്രി സമയങ്ങളിൽ നമ്മൾ ഇരുട്ടത്ത് നടക്കരുത്. എന്തെങ്കിലും വെളിച്ചോ ടോർച്ചോ ലൈറ്റൊക്കെ ഇട്ട് പോകണം. പിന്നെ പുല്ല്, ഇപ്പോൾ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ പുല്ല് അതിൻ്റെ സേഫ്റ്റി ഷൂകളുണ്ട്, അതൊക്കെ ഇട്ട് നടക്കാം. പിന്നെ ഓമനമൃഗങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റേതായ സേഫ്റ്റിയിൽ വളർത്താം. പിന്നെ നമ്മൾ പകൽ ഒരു വിധം വീട്ടിൽ പാമ്പ് കയറുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ട് ഡോറും ബാക്ക് തുറന്ന് കിച്ചണിൽ നമ്മുടെ അമ്മച്ചിമാരേക്കും ഓരോ വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പാമ്പ് ഓടി വന്ന് അകത്ത് കയറും. പിന്നെ അവർക്ക് അകത്ത് കയറുമ്പോൾ പാമ്പ് പേടിക്കാൻ സൗണ്ട് സിസ്റ്റം പാമ്പ് അടിക്കുമ്പോൾ വല്ല കബോർഡോ വല്ല അളമാരിയോ വല്ല അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും. പിന്നെ രാത്രി സൈലൻ്റ് ആകുമ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് ഈ നെൽത്ത് കിടക്കുന്നവരെ പാമ്പ് കടിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ 2-3 കേസ് അറ്റൻഡ് ചെയ്തത് ബാത്റൂമിലടക്കം പാമ്പ് തന്നെ. യൂറോപ്യൻ കോസിൻ്റെ ഉള്ളിൽ, അതായത് ഉള്ളിൽ വന്ന് ഡോറടിച്ചാൽ നേരെ യൂറോപ്യൻ കോസിൻ്റെ ഉള്ളിൽ പോയി, പൈപ്പിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഇത് ഇടയ്ക്ക് പൊന്തി വരും. അപ്പോൾ അങ്ങനെ 2-3 കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെയല്ല, മറ്റുള്ള കാച്ചർമാരും ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒക്കെ അത്രയും രീതിയിൽ നമ്മൾ ക്ലിയർ ആവണം. ഈ ബാത്റൂമിലേക്ക് കിടക്കുന്നത് അകത്ത് ഫ്രണ്ട് ഡോർ കൂടെ വന്ന് ഓരോ റൂമിലേക്ക് വന്ന് ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിന് ഇവർക്ക് ചുമരുമ്പോൾ കയറാനൊക്കെ നോക്കും, പറ്റില്ല. പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കയറുള്ളൂ. അപ്പോൾ നേരെ ആരെങ്കിലും എന്താ ഇതിന് വരണമെങ്കിൽ അപ്പോൾ പാമ്പ് പേടിച്ചു നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. പിന്നെ കുറേ ബ്ലോക്കുകൾ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഇരുന്ന് പിന്നെ അത് സാവധാനം വരുമ്പോഴാണ് പിന്നെ കാട്ടുക. അങ്ങനെ ഒരു 2-3 സ്ഥലത്ത് 3 പ്രാവശ്യം കാവിലിരുന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് അതും നല്ല നല്ല കോബ്രകൾ. ഡോക്ടർക്ക് എന്താണ് ചുരുക്കി പ്രേക്ഷകരോട് പറയുന്നത്? ജാഗ്രതയാണല്ലോ പ്രധാനം. ഇപ്പോഴും എന്തൊരു ഇതിനും ജാഗ്രത കുറവുണ്ടാവാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാറിൻ്റെ AC-യുടെ വെൻറ്റിൽ വരെ പാമ്പ് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും പാമ്പിന് എത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ പറയുന്നുണ്ട്, പാമ്പ് എങ്ങനെയാണ് വരികയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത എപ്പോഴും ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാമ്പിനെ നമുക്ക് അകറ്റിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പാമ്പിനെ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട് എന്ന ഒരു ബോധത്തിൽ എല്ലാവരും നടക്കുകയാണെങ്കിൽ പാമ്പിനെ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പാമ്പെന്നുള്ളതല്ല, അത് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ അകത്തളങ്ങളിലേക്ക് കയറി വരാം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ചൂടും നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇൻഫർമേറ്റീവ് ആയിരുന്നു. ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങളും മരണങ്ങളും വർദ്ധിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് പങ്കുവയ്ക്കാൻ വന്നത് 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. സേവ്യർ ഒലിത്തുരുത്ത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്യജീവി സംരക്ഷകനും വനം വകുപ്പിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമാണ് ശ്രീ PB ഗിരിദാസ്. പ്രശസ്തനായ മൃഗചികിത്സാ വിദഗ്ധനാണ്. 2 പേർക്കും
TCVയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.